പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ റഷ്യ തവള വിഷം കൊടുത്തു കൊന്നു എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് സൈബീരിയൻ ജയിലിൽ മരിച്ച നവാൽനിയുടേത് ഒരു സ്വാഭാവിക മരണമാണെന്നായിരുന്നു റഷ്യയുടെ നിലപാട്. പക്ഷേ ഇപ്പോൾ UK-യും 4 യൂറോപ്യൻ രാജ്യങ്ങളും ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. തവളകളുടെ വിഷം ഉപയോഗിച്ച് പുടിൻ നവാൽനിയെ ഇല്ലാതാക്കിയെന്നാണ് ആരോപണം. രാഷ്ട്രീയ എതിർപ്പുകൾ ഇല്ലാതാക്കാൻ റഷ്യ സ്വീകരിക്കുന്ന രീതിയാണിതെന്നും പുടിനെ ഉത്തരവാദിയാക്കണമെന്നും ആവശ്യപ്പെട്ട് കടുത്ത പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് പുടിന്റെ കടുത്ത വിമർശകനുമായിരുന്നു അലക്സി നവൽനി. അഴിമതി വിരുദ്ധ പ്രതിഷേധങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അദ്ദേഹം 2 വർഷം മുൻപാണ് മരിച്ചത്. 2026 ഫെബ്രുവരി 14 നവൽനിയുടെ മരണത്തിന് 2ാം വാർഷികത്തോടനുബന്ധിച്ച് UK, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നെതർലാൻഡ്സ് എന്നീ 5 രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി. നവാൽനിയുടെ ശരീരത്തിൽ നിന്നുള്ള സാമ്പിളുകളിൽ നടത്തിയ പരിശോധനകളിൽ വിഷാംശം കണ്ടെത്തിയതായി ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ശനിയാഴ്ച അറിയിച്ചു. പിന്നാലെ റഷ്യൻ സർക്കാർ ഉപയോഗിച്ച ഒരു അപൂർവ വിഷമേറ്റ് നവാൽനി കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് ആരോപണം. സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ വിഷം തെക്കേ അമേരിക്കയിലെ ചില പ്രത്യേക തവളകളുടെ തൊലിയിൽ നിന്ന് ലഭിക്കുന്ന വിഷമായിരുന്നു. നവൽനിയുടെ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ സാമ്പിളുകൾ യൂറോപ്യൻ ലാബുകളിൽ പരിശോധിച്ചപ്പോൾ പ്രസ്തുത വിഷത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടു എന്നാണ് ഈ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. ഈ വിഷം റഷ്യയിൽ സ്വാഭാവികമായി ലഭിക്കുന്നതല്ല. വടക്കൻ ദക്ഷിണ അമേരിക്കയിൽ നിന്നുള്ള തവളകളിലാണ് കാണപ്പെടുന്നത്. മോർഫിനേക്കാൾ 100 മുതൽ 200 മടങ്ങ് വരെ ശക്തമാണ് ഈ വിഷം. ഉള്ളിലെത്തിയാൽ നാഡീവ്യവസ്ഥയെ ബാധിച്ച് പക്ഷാഘാതം, ശ്വാസകോശ പ്രശ്നങ്ങൾ, കഠിനമായ വേദന എന്നിവയുണ്ടാക്കി ഇരയെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. ഇത്തരം ഇരകൾ കഠിനമായ വേദനയോടെ ശ്വാസം മുട്ടി മരിക്കുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി പറയുന്നു. ഭൂമിയിലെ ഏറ്റവും മാരകമായ വിഷങ്ങളിലൊന്നാണ് എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആർട്ടിക്കിലെ അതിസുരക്ഷാ ജയിലിൽ ഏകാന്ത തടവ് അനുഭവിക്കുകയായിരുന്ന നവാൽനിയെ 2024 ഫെബ്രുവരിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക കാരണങ്ങൾ മരണം സംഭവിച്ചു എന്നാണ് റഷ്യൻ അധികൃതരുടെ വിശദീകരണം. എന്നാൽ റഷ്യക്ക് മാത്രമേ ഈ മാരകവിഷം നവാൽനിയുടെ ജയിലിൽ എത്തിക്കാനുള്ള അവസരമുണ്ടായിരുന്നുള്ളൂ. അതിനാൽ റഷ്യ തന്നെയാണ് ഈ മരണത്തിന് ഉത്തരവാദിയെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. തെക്കേ അമേരിക്കയിലെ പോയ്സൺ ഡാർട്ട് ഫ്രോഗുകൾ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്നതാണ് എപ്പിബാറ്റിഡൈൻ എന്ന ഈ വിഷം. ഇത് ലാബിലും നിർമ്മിക്കാവുന്നതാണ്. റഷ്യൻ ഏജൻസികൾ ഇത് സിന്തസൈസ് ചെയ്തു ഉപയോഗിച്ചിരിക്കാമെന്നാണ് യൂറോപ്യൻ സയന്റിസ്റ്റ് സംശയിക്കുന്നത്. ഈ വിഷം റഷ്യൻ ചരിത്രത്തിലെ മറ്റ് രാസ ആക്രമണങ്ങളുടെ തുടർച്ചയാണെന്ന് ചില വിദഗ്ധരും പറയുന്നു. വേദന സംഹാരിയായും ചില ശ്വാസകോശ രോഗങ്ങൾക്കുള്ള മരുന്നായും ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ വിഷാംശം കാരണം ഇത് ക്ലിനിക്കലായി ഉപയോഗിക്കുന്നില്ല. 2020 ഓഗസ്റ്റിൽ നവാൽനിക്ക് വിഷബാധയേൽക്കുകയും നാഡീവ്യൂഹങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തിരുന്നു. ടോംസ്കിൽ നിന്നുള്ള വിമാനയാത്രയിലായിരുന്നു അസുഖബാധിതനായത്. ഈ സംഭവത്തിലും പുടിനെയായിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നത്. ചികിത്സക്കായി ജർമ്മനിയിലേക്ക് പോയ അദ്ദേഹം 5 മാസത്തിനു ശേഷമാണ് റഷ്യയിലേക്ക് മടങ്ങിയെത്തുന്നത്. തുടർന്ന് അദ്ദേഹത്തെ റഷ്യൻ അധികൃതർ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും ചെയ്തു. 19 വർഷത്തെ തടവായിരുന്നു വിധിച്ചിരുന്നത്. ജയിലിൽ കഴിയവേ 2024 ഫെബ്രുവരി 16 മരണം. അന്നു മുതൽ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇത് കൊലപാതകമാണെന്ന് ആരോപിച്ചിരുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തെ വിഷം നൽകി കൊന്നു എന്ന് ഉറപ്പായിരുന്നുവെന്ന് നവാൽനിയുടെ ഭാര്യ യൂലിയ പ്രതികരിച്ചു. ഇപ്പോൾ തെളിവുകൾ മുന്നിലുണ്ടെന്നും പുടിൻ ഒരു കൊലയാളിയാണെന്നും അവർ എക്സിൽ കുറിച്ചു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ പാശ്ചാത്യ പ്രചാരണം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഫ്രോഗ് ടോക്സിൻ ഫാന്റസി എന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു മോസ്കോയുടെ പ്രതികരണം. സംഭവം പ്രതിപക്ഷ നേതാക്കളോടുള്ള റഷ്യൻ ഭരണകൂടത്തിന്റെ സമീപനത്തെക്കുറിച്ച് ആശങ്കകൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്.